അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഇതുപോലെ ഈ രണ്ട് മക്കളുടെ രോഗമെന്തെന്നറിയോ? ഈ സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയാ, എന്റെ പൊന്നുമക്കളുടെ കാതുകളിലൂടെ ചോര വലിച്ചിറങ്ങുന്ന നബിയേ, അത് കാണുമ്പോ എന്റെ മനസ്സ് പിടയുന്ന നബിയേ, വേദനിക്കുന്ന നബിയേ. ഇന്ന് നമ്മൾ പറയുന്നൊരു പേരുണ്ടതെന്ന് ക്യാൻസർ എന്നാ പറയുക. ഇന്ന് ക്യാൻസർ അധികരിച്ചില്ലേ? എന്റെ പറ്റിയെന്നല്ലോ. ഇന്ന് 16ഉം 17ഉം വയസ്സുള്ള മക്കളിലാണ് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി വന്ന് പിടിപെടുന്നതെങ്കില് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാ, ഇശാ മഗ്രിബിന്റെ ഇടയ്ക്കുള്ള സമയത്ത് എന്റെ ഫാത്തിമ, ആ സമയത്ത് നീ കൊന്നുകളഞ്ഞാൽ അല്ലാഹു മക്കളിൽ രോഗം വരുന്നതാ, ഭർത്താവിൽ രോഗം വരുന്നതാ. എത്ര കച്ചവടം ചെയ്യട്ടെ, എത്ര ബിസിനസ്സുകൾ ചെയ്യട്ടെ, അതിനകത്തൊന്നും ബറക്കത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകണമെന്ന് കൊതിക്കുന്ന പെങ്ങളെ, ഇവിടെ വച്ചിട്ട് മനസ്സിലുറപ്പിക്കാൻ പറ്റുമോ പെങ്ങളെ? ഇന്നു മുതൽ ഉറപ്പിച്ച റഹ്മാനെ, പാപങ്ങൾ കണ്ടതെന്ന, തെറ്റുകൾ കണ്ടതെന്ന, തെറ്റുകൾ കേട്ടതെന്ന. അതുകൊണ്ട് റബ്ബേ, എന്റെ ഭർത്താവ് ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് കഷ്ടതയോട്, യാതനയോട്, ദുഃഖത്തോട്, നമ്പരത്തോട്, ദുഃഖത്തോട്, ദുരിതത്തോട്, ദുരൂഹതയോട്, ദുഷിപ്പോട്, വേദനയോട് വെയിൽ കൊണ്ട് വെട്ടിക്കരഞ്ഞിട്ട് പെട്ടെന്ന് കാശിന് ഒരു മിച്ചം ലഭിക്കാതെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കുകയാ, നാളെ മുതല് ഇൻഷാ അല്ലാഹ് നഗരത്തിന്റെ ഇടയ്ക്ക് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ട് എന്റെ ഭർത്താവിന് വേണ്ടി ദുആ വെക്കുകയാണ്. എന്റെ ഉമ്മ, ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ പോലും അറിയാതെ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തില് ബറക്കത്ത് കൊണ്ടുവരുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ സത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വെറുതെ പറയല്ല.